എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായി വളരെയധികം കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് കാലത്തെണീറ്റാലുള്ള തുമ്മൽ. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയപ്പെടുന്ന ഈ രോഗാവസ്ഥ കുട്ടികളിലാണ് കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതൊരു കുട്ടികളുടെ അടുത്തും ചോദിച്ചാലും മിക്കപ്പോഴും അവർക്ക് ഈ തുമ്മലിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഒരു തലമുറ പുറകോട്ട് പോയി നോക്കിയാൽ അന്നത്തെ കുട്ടികൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥ നേരെ വിപരീതമായി വന്നിരിക്കുകയാണ്. കാരണങ്ങൾ പലതുണ്ട്. ഇന്നത്തെ ആഹാര രീതി, എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, വ്യായാമത്തിൻ്റെ കുറവ്, മാത്രവുമല്ല പൊല്യൂഷൻ കൂടി വരുന്നതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതിന് ഈ അലർജിക് റൈനൈറ്റിസിന് വളരെ ഫലപ്രദമായ ചികിത്സ നമ്മുടെ ക്ലിനിക്കിൽ നൽകി വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ നൽകുന്ന ഒരു അഡ്വൈസ് വളരെയധികം നല്ലൊരു റിസൾട്ട് നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു അഡ്വൈസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ നടത്തിയെടുക്കാൻ കുറച്ച് നാൾ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും. മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ സ്വീറ്റ്സ് പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിൻ്റെ കൂടെ നമ്മൾ ഈ ചോക്ലേറ്റ്സ് ചേർന്നിട്ടുള്ള ബിസ്ക്കറ്റ്സും അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗേഴ്സ് അടങ്ങിയ ബേക്കറി പ്രോഡക്ട്സും കൂടി ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല, ആദ്യത്തെ കുറച്ച് നാൾ നന്നായിട്ടൊന്ന് അവോയ്ഡ് ചെയ്ത് പതിയെ നല്ല റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് നൽകുന്നതിലും കുഴപ്പമില്ല. ഇതിന് കാരണം എന്താ, ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിഫൈൻഡ് ഷുഗേഴ്സും ചോക്ലേറ്റ്സും സ്വീറ്റ്സും നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂക്കസ് സെക്രീഷൻ ഡെവലപ്പ് ആവുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം ആഹാരങ്ങൾ ആദ്യമായി ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹിസ്റ്റമിൻ റെസ്പോൺസ് റേറ്റും വളരെയധികം കൂടുന്നുണ്ട്. ഈ ഹിസ്റ്റമിൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഈ അലർജി ട്രിഗർ ചെയ്യുന്നത്. നമുക്ക് ചേരാത്തൊരു സാധനം വരുമ്പോൾ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് ഈ ഹിസ്റ്റമിൻസ് കാരണമാണ്. അപ്പോൾ ഇത്തരം ആഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, റിഫൈൻഡ് ഷുഗേഴ്സ്, ബേക്കറി പ്രോഡക്ട്സ് മുതലായ സാധനങ്ങളെ നമ്മൾ കുറച്ച് നാൾ നന്നായിട്ട് ഒഴിവാക്കി നിർത്തിയാൽ വളരെ ഗംഭീരമായ റിസൾട്ട്സ് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു അഡ്വൈസ് ഒന്ന് പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുക. റെസ്പോൺസ് എന്താണെന്ന് എന്നെ അറിയിക്കണം. താങ്ക് യു.